ഒരു ഹോസ്പിറ്റൽ അപ്പാടെ കത്തിച്ചു കളഞ്ഞിട്ട് ലോകത്തിന് അതൊരു വലിയ വാർത്തയായില്ല എന്നുള്ളതാണ്. ഗാസയിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള, നമുക്കറിയാം യുദ്ധത്തിൽ ഹോസ്പിറ്റലുകൾ ആക്രമിക്കാൻ പാടില്ലെന്ന അന്തർദേശീയ നിയമം നിലനിൽക്കെ അത്തരത്തിലുള്ള എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഗാസയിലെ പ്രശസ്ത ഹോസ്പിറ്റലുകളിലൊന്നായ കമാൽ അദ്വാൻ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ നിമിഷങ്ങൾക്കകം അവിടെയുള്ള അത്യാസന്ന രീതിയിൽ കിടക്കുന്ന മുഴുവൻ രോഗികളെയും ഒഴിപ്പിക്കുകയും അവിടെ നിന്ന് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായ ഹുസാം അബൂ സഫിയ അടക്കമുള്ള പല ഡോക്ടർമാരെയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തത് എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ നിമിഷങ്ങൾക്കകം ഒഴിപ്പിക്കുകയും അവിടെ തീവ്രവാദികളുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ഡോക്ടർമാരെയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, അതിനുശേഷം ആ ഹോസ്പിറ്റലിന് തീയിട്ട് കളഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര വലിയ അന്തർദേശീയ നിയമലംഘനമാണ്, തീവ്രവാദ പ്രവർത്തനമാണ് ഈ ഭീകരരാഷ്ട്രം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഗാസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ഹോസ്പിറ്റലുകളൊക്കെ യുദ്ധം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഓരോ ഹോസ്പിറ്റലും ആക്രമിച്ചിങ്ങനെ വരികയാണ്. ഹോസ്പിറ്റലുകൾക്ക് നേരെയുള്ള ആക്രമണം എന്ന് ഇത്രയധികം വാർത്ത കൊടുക്കേണ്ടി വന്ന ഒരു യുദ്ധം ലോകത്തിന്ന് വരെ നടന്നിട്ടേയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ക്രൂരതയുടെ അങ്ങേയറ്റം, ഒരു യുദ്ധത്തിലും പാലിക്കാൻ പാടില്ലാത്ത, ഒരു യുദ്ധത്തിലും ചെയ്യാൻ പാടില്ലാത്തതെന്തോ അത് ചെയ്യുന്നതാണ് ഇസ്രയേലിൻ്റെ മാതൃക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ ഇസ്രയേലിനെ ഭീകരരാഷ്ട്രം എന്ന് തന്നെ വിളിക്കുന്നത്. ലോകത്ത് UN അംഗീകരിച്ചുകൊണ്ടുള്ള ഒരേ ഒരു ഭീകരരാഷ്ട്രമേ ഉള്ളൂ, അത് ഇസ്രയേലാണെന്ന് അല്പം പോലും മടിക്കാതെ പറയാവുന്നതാണ്. ഇപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത് നിരുപാധികം ഈ ഹോസ്പിറ്റൽ ഡയറക്ടറായ ഡോക്ടർ ഹുസാം അബൂ സഫിയെ വിട്ടയക്കണം, എത്രയും പെട്ടെന്ന് വിട്ടയക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം എത്ര വലിയ ക്രൂരതയാണ്. ഗാസയിൽ ഇസ്രയേലി ഡോക്ടർമാരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നത് കാരണം ഗാസയിൽ ഡോക്ടർമാരുടെ ക്ഷാമം നേരിട്ട് കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവർ തന്നെ ആക്രമിച്ച് 70% ബിൽഡിങ്ങുകൾ തകർക്കുകയും നിരവധി കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പരിക്കേൽക്കുകയും 50,000-അടുത്ത് ആളുകൾ മരിച്ചു പോവുകയും ചെയ്ത സംഭവങ്ങളാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇവർ തന്നെ ആക്രമിച്ച് പരിക്കേറ്റ പല ആളുകളെയും ചികിത്സിക്കുവാൻ ഹോസ്പിറ്റലുകൾ തന്നെ ആക്രമിച്ച് തകർക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ ക്രൂരതയാണ്. അങ്ങനെ ഓരോ ഡോക്ടർമാരെയും ഇവർ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുക. ഈ ഹോസ്പിറ്റലിൽ നിന്ന് 350 രോഗികളെ തത്സമയം പുറത്താക്കുകയും എന്നതിന് ശേഷം അവിടെയുള്ള ഡോക്ടർമാരെ തട്ടിക്കൊണ്ടുപോകുകയുമായിരുന്നു ചെയ്തത്. ഇങ്ങനെ ഇസ്രയേൽ ആക്രമണത്തിൽ ഡോക്ടർമാരുടെ ക്ഷാമം നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ റിട്ടയർഡായ ഡോക്ടർ സെയ്ദ് ജൗദ, അതായത് അസ്ഥിരോഗ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ സെയ്ദ് ജൗദ ഈ മാസം ആദ്യം ജബാലിയ ക്യാമ്പിലെ അൽ ഔദ ഹോസ്പിറ്റലിലേക്ക് നിർബന്ധവശാൽ ഡോക്ടർമാരുടെ ക്ഷാമം നേരിടുന്നത് കൊണ്ട് തന്നെ താൻ വിരമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും നിർബന്ധിത സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകവേ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരാഴ്ചക്ക് മുമ്പാണ് ഈ ഡോക്ടറുടെ മകനെ ഇസ്രയേൽ കൊലപ്പെടുത്തി കളഞ്ഞത്. ഈ മകനും ഡോക്ടറായിരുന്നു എന്നുള്ളതാണ്. ഈ വേദനയുടെ മുറിവ് മാറുന്നതിന് മുമ്പാണ്, നിർബന്ധിതമായ സാഹചര്യമായതുകൊണ്ട്, ഡോക്ടർമാരുടെ ക്ഷാമം നേരിടുന്നത് കൊണ്ട് ജബാലിയ ക്യാമ്പിലെ ഹോസ്പിറ്റലിലേക്ക് സേവനത്തിന് പോയിക്കൊണ്ടിരിക്കെ ഇസ്രയേൽ ആക്രമിച്ചു കൊന്നുകളഞ്ഞത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഡോക്ടർമാരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഹോസ്പിറ്റലുകൾ ആക്രമിച്ച് തകർക്കുകയും അങ്ങനെ മാനുഷികമായ യാതൊരു സൗകര്യവും ഗസയിൽ നിലനിൽക്കാൻ പാടില്ലെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇസ്രയേൽ ഗാസയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ശക്തമായ ശൈത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ശൈത്യത്തിൽ, ഈ തണുപ്പ് കാലത്ത്
സ്വന്തമായി വീട് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഫലസ്തീനിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വീടിന് പകരം ഒരു കുടിലെങ്കിലും ചുറ്റി മറക്കണമെങ്കിൽ അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ പോലും ഇസ്രയേൽ കടത്തിവിടുന്നില്ല. അതുമാത്രവുമല്ല, തെരുവിൽ എവിടെയെങ്കിലും കിടക്കാമെന്ന് വെച്ചാൽ പുതപ്പില്ല. പുതപ്പ്, പതിനായിരക്കണക്കിന് പുതപ്പുമായും 10,000കണക്കിന് അസംസ്കൃത വസ്തുവുമായും 10,000കണക്കിന് ടൺ ഭക്ഷണവുമായും അതിർത്തികളിൽ അറബികൾ തന്നെ പറഞ്ഞുവിട്ട ട്രക്കുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ ഗാസയിൽ പട്ടിണി കൊണ്ട് മരണമടയണം, തണുപ്പ് കൊണ്ട് മരണമടയണമെന്ന് കൃത്യമായി കരുതുന്ന ഇസ്രയേൽ ട്രക്കുകൾ കയറ്റിവിടാതെ നിയന്ത്രണം വെച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പുതപ്പില്ലാതെ തണുത്തു മരവിച്ചു പോയി കൊണ്ട് നിരവധി കുട്ടികൾ ഇതിനകം ഈ തണുപ്പ് കാലയളവിൽ തന്നെ ഫലസ്തീനിൽ, ഗാസയിൽ മരിച്ചു വീഴുന്നു എന്നാണ് അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊരു ക്രൂരതയാണ്, എന്തൊരു തീവ്രവാദ പ്രവർത്തനമാണ്, ഭീകരവാദമാണ് ഇസ്രയേൽ ഈ ഗാസ മണ്ണിൽ ഗാസ നിവാസികളോട് ചെയ്യുന്നത്. ഇത്തരം ഇസ്രയേലിൻ്റെ ക്രൂരമായ വംശഹത്യയെയും ഇസ്രയേലിൻ്റെ ഇത്തരം രീതികളെയും തുറന്നു കാട്ടുന്ന ഒരു വീഡിയോ ഇക്കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രവർത്തകയായ ഇമാൻ അൽ ഷാന്തി എന്ന് പറയുന്ന ഒരു ഫലസ്തീനിയൻ പത്രപ്രവർത്തക ഒരു വീഡിയോ ചെയ്യുകയും അത് പങ്കുവെക്കുകയും ചെയ്തു. ദിവസങ്ങൾക്കകം തന്നെ ഇസ്രയേൽ ആക്രമണം ഈ പത്രപ്രവർത്തകയും തേടിയെത്തി എന്നുള്ളതാണ്. ഈ പത്രപ്രവർത്തകയെയും ഭർത്താവിനെയും 3 മക്കളെയും സ്ഫോടനം നടത്തി ഇസ്രയേൽ കൊന്നുകളഞ്ഞു. കാരണം അവർ ഇവിടെ നടത്തുന്ന വംശഹത്യയെയും ഭീകര പ്രവർത്തനങ്ങളെയും എടുത്തു കാണിക്കുകയും ലോകത്തോട് ഇത് നിങ്ങൾക്ക്, ഈ വംശഹത്യ നിങ്ങൾ കാണുന്നില്ലേ, ഗാസയിലെ രക്തം നിങ്ങൾക്ക് വില കുറഞ്ഞതാണോ എന്ന് ആ പത്രപ്രവർത്തക ചോദിക്കുകയും ചെയ്തു. അതിനുത്തരമില്ലാത്ത ഇസ്രയേൽ ആക്രമണത്തിലൂടെ അവളെയും അവളുടെ കുടുംബത്തെയും ഇല്ലാതാക്കി കളയുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ഹോസ്പിറ്റൽ ആക്രമണവും ഇത്തരം ഡോക്ടർമാരുടെ ക്ഷാമം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ലോകത്തെ പല നേതാക്കൾക്കും, മിഡിൽ ഈസ്റ്റിലെ നേതാക്കളും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ ചില മാധ്യമങ്ങളും ഒഴികെ ചില ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ ചെറിയ രീതിയിലുള്ള വാർത്തകൾ ഉണ്ടെന്ന് അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ലോക നേതാക്കൾക്കോ ലോകത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്കോ ഇതൊരു വലിയ വാർത്തയായില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഗാസയിൽ ഇത്തരത്തിൽ കൊന്നു തള്ളുന്നത് സാധാരണവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെതിരെ ചോദിക്കുവാനോ പറയുവാനോ ആരുമില്ല എന്ന അവസ്ഥ ഇസ്രയേൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇത്തരത്തിലുള്ള ഇസ്രയേലിൻ്റെ ക്രൂരതകൾക്കെതിരെ നമ്മൾ ഓരോരുത്തരും ശബ്ദിക്കൽ കടമയും അനിവാര്യവുമായിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിൽ അനീതിക്കെതിരെ ശബ്ദിക്കുവാനും നീതി നടപ്പിൽ വരുത്താനുള്ള ആഹ്വാനത്തിന് പിന്തുണ നൽകുവാനും നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നന്ന്. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.